ഞാൻ ആൻ്റണി, കേരളത്തിലെ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. വൈപ്പിൻ ലേഡീസ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ യോഗാധ്യാപകനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്താണ് ഞാൻ മനുഷ്യ സ്കൂൾ ഓഫ് യോഗയുടെ ടീച്ചിങ് ട്രെയിനിങ് ക്യാമ്പിനെ കുറിച്ച് അറിയാനിടയായത്. കൂടുതൽ പഠിക്കാനുള്ള ത്വരയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എൻ്റെ സുഹൃത്ത് വഴിയായിട്ടാണ് ഞാൻ അറിഞ്ഞത്. എന്നെ MSc യോഗയ്ക്ക് പഠിപ്പിച്ചിരുന്ന ജയന്തി മാമും മറ്റും ആണ് ഈ ക്ലാസ് നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് അതീവ സന്തോഷം തോന്നി. കാരണം മാമിനെ എനിക്ക് വളരെയധികം അറിയാം. ഒരു അധ്യാപിക എന്നതിലുപരി ഒരു സഹോദരിയെ പോലെയാണ് എന്നോട് കരുതിയിരുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച സന്തോഷത്തിനേക്കാൾ ഏറെയാണ് ഇവിടെ നിന്ന്. ഞാൻ ഒരു അധ്യാപകനാണെങ്കിലും എനിക്ക് പഠിക്കാൻ ഏറെ ഉണ്ടെന്നുള്ള വസ്തുത ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. വിദഗ്ധരായ അധ്യാപകർ വളരെ ശാസ്ത്രീയമായാണ് യോഗയെക്കുറിച്ച് പ്രതിപാദിച്ചത്. എനിക്ക് ഇത് വന്നില്ലെങ്കിൽ ഒരു തീരാനഷ്ടമാണെന്ന് പറയുന്നതിൽ ഒരു പദത്തിലും കുറ്റബോധമില്ല. കാരണം അത് സത്യമാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമത്തിൻ്റെ റിഹേഴ്സിൻ്റെ സമയത്താണ് വന്നത്. സാധാരണഗതിയിൽ മനസ്സും ശരീരവും സന്തോഷിക്കുന്ന ഒരവസ്ഥ അപൂർവം ചില നിമിഷങ്ങളെ കിട്ടാറ്. ഇവിടെ വന്ന 14 ദിവസങ്ങൾ അത് ഞാൻ അനുഭവിച്ചു. ഇവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സിലൊരു ദുഃഖമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാം ദുഃഖമുണ്ട്. കാരണം അത് സത്യമാണ്. എൻ്റെ സഹപാഠികളായവരെല്ലാവരും ഒരു സഹപാഠിയേക്കാൾ ഉപരി ഒരു സഹോദരനെ പോലെയാണ് കണ്ടിരുന്നത്. പിന്നെ ഇവിടെ ക്ലാസ് എടുക്കാൻ പ്രധാനമായിട്ടുണ്ടായിരുന്ന ജയന്തി മാമും നടരാജൻ സാറും വളരെ തികച്ചും എൻ്റെ ലാംഗ്വേജ് പോലും എനിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നിട്ട് അത് വളരെ ഭംഗിയായിട്ടാണ് എനിക്ക് വാക്യങ്ങൾ അത് പറഞ്ഞു തരികയും വളരെ സ്ലോവിൽ എനിക്ക് വേണ്ടി പ്രത്യേകം ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തു. ഇംഗ്ലീഷിൽ ഞാൻ അത്രയ്ക്ക് ടോപ്പൊന്നുമല്ല. പിന്നെ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അധ്യാപകനാണ്. ക്ലാസ് എടുക്കാൻ ഒരു നല്ല അധ്യാപകന് കഴിയും. പക്ഷേ ആ ക്ലാസ് കൊണ്ട് നടക്കാൻ ഒരു കോർഡിനേറ്റർ വേണം. അത് വളരെ അപൂർവം ചില സ്ഥലങ്ങളിലേ ഉണ്ടാവുള്ളൂ. ഇവിടെ അതെനിക്ക് കാണാൻ സാധിച്ചു. ആർക്കും പരിഭവമില്ലാതെ ഭംഗിയായിട്ട് അനന്തപത്മനാഭൻ സാർ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. അതിൽ എനിക്ക് അവരോടും നന്ദി പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കില്ല. കാരണം അവരുടെ ഡ്യൂട്ടിയാണത്. ഒരു കപ്പൽ കാറ്റിലും കോളിലും പെട്ടുപോകുമ്പോൾ അത് ഭംഗിയായി കൊണ്ടുവരുന്നത് ഒരു കപ്പിത്താൻ്റെ കടമയാണ്. അതാണ് അദ്ദേഹം ചോദിച്ചത്. ഇനി ഇങ്ങനത്തെ ഒരു ക്യാമ്പ് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ഞാനായിരിക്കും. ഇത് ഫേക്കായിട്ടുള്ളൊരു വാക്കല്ല. എൻ്റെ മുഖത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റും എൻ്റെ സന്തോഷം. അപ്പോൾ ഈ അവസരം നഷ്ടപ്പെട്ട ആൾക്കാർ ഇനി ഒരവസരത്തിന് വേണ്ടി കാത്തിക്കാതെ അടുത്ത അവസരം പ്രയോജനപ്പെടുത്തുന്നതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം.